ഇപ്പം മോണലിസയുടെ കഥകൾ എല്ലാവരും അറിഞ്ഞു കാണും. ആ കുട്ടിയെ ഇവിടെ വന്ന് വിവാഹിതയായി. എന്നാൽ ഞാൻ പറയാൻ പോണത് ആ വിവാഹത്തിൻ്റെ സന്ദേശമാണ്. ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ കരഞ്ഞു വിളിച്ച് പറയുന്നത്, ഒരു കൂട്ടം ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു അവരുടെ മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാം, അവരുടെ കുടുംബത്തിന് പേരും പ്രശസ്തിയും നേടിത്തരാം, അങ്ങനെ കുറേ പ്രലോഭന വാക്കുകൾ പറഞ്ഞ് നമ്മളെല്ലാവരും കുംഭമേളയിലെ സുന്ദരിയായ മോണലിസയെ കേരളത്തിൽ കൊണ്ടുവന്നു. രണ്ട് രീതിയിലും കേൾക്കുന്നുണ്ട്. ആദ്യം കേട്ടത് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ട് കൊച്ചിയിലെത്തിയതാണെന്നും, എന്നാൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മളുടെ കൺമുന്നിൽ എന്ന് വെച്ചാൽ TV മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് ഈ കുട്ടി അതിൻ്റെ കൂടെ ഒരു പയ്യനുമായിട്ട് ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് വന്ന് പോലീസിൽ അഭയം തേടി. അവർ പറഞ്ഞത് അവർ ഇത് രണ്ടുപേർക്കും അങ്ങ് പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് വിവാഹിതരാകണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ അച്ഛൻ അതിനെ നഖശിഖാന്തം എതിർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അഭയം വേണം എന്നും വേണ്ട ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസ് നല്ല സ്ഥലത്ത് തന്നെ അവരെത്തിയത്, പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്ന് പറയേണ്ടത്. എന്നാൽ പിന്നെ നടന്നതാണ് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ. പോലീസിൻ്റെ പക്ഷത്തുനിന്നല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും പക്ഷത്തുനിന്ന്. ഈ കുട്ടികൾ വന്നത് പറഞ്ഞ് അവരുടെ ആധാർ കാർഡ് നോക്കണം. ഈ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഫേക്കായിട്ടുള്ള കള്ള ആധാർ കാർഡിൻ്റെ ഉസ്താദുകളാണ്. അവിടെ ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡേറ്റുകൾ, ഇപ്പോൾ അവർക്കാണെങ്കിൽ ന്യൂ ഇയർ, ഹോളി അങ്ങനെയൊക്കെയുള്ള ഡേറ്റുകൾ അവർക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ആ ഡേറ്റുകളിൽ വെച്ചിട്ട് ഈ ആധാർ കാർഡുകൾ ചെയ്തു കൊടുക്കുക. അതിൽ ഉസ്താദുകളാണ് ഈ ഉത്തരേന്ത്യക്കാർ. ഇങ്ങോട്ടും കുറവുണ്ടെന്ന് പറയുന്നില്ല. ഈ ആധാർ കാർഡുകൾ കൊടുത്തപ്പം ഈ പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? നമ്മളെ സൈബർ പോലീസും മറ്റേ പോലീസും എല്ലാത്തിലും കേരളം മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ കാണിച്ചെന്താണ്? ഇവർ ഒന്നും ചെയ്യണ്ട, ഇവർക്ക് ആ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷനുമായിട്ടൊന്ന് വെരിഫൈ ചെയ്യണ്ടേ ആദ്യം. ഈ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട്, അവരും ആ പറഞ്ഞ അഡ്രസ്സിലുള്ള അവരാണോ എന്ന് ഒന്ന്. രണ്ടാമത്, ഇവർ പറഞ്ഞ കഥകൾ അവരുടെ വീട്ടുകാരുമായിട്ടൊന്ന് സംഭാഷണം നടത്തണ്ടേ? വീട്ടിലവർക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരില്ലേ? ഇവർ ഇത്രയും തിടുക്കം കാണിച്ചത് എന്തിനാണ്? പിന്നെ ഇവിടെ ഭരണ പാർട്ടി, ഈ ഭരണ പാർട്ടിയിലുള്ള ആരുടെയെങ്കിലും മക്കൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കല്യാണം കഴിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. ഒരു സാധാരണ നേതാവിൻ്റെ ആണെങ്കിലും ഉയർന്ന സഖാവിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും മക്കളുടെ വിവാഹം അവർ ഇഷ്ടം വീട്ടിൽ പറയും, അല്ലെങ്കിൽ രജിസ്റ്റർ കച്ചേരിയിൽ പോയി ചെയ്യാം. പിന്നെ അടുത്തത് എന്താ കാണിച്ച്, ഒരു ഹിന്ദു മുസ്ലിം വിവാഹം, വരൻ മുസ്ലിമും പെൺകുട്ടി ഹിന്ദു. അമ്പലങ്ങളിൽ പൊതുവെ കേരളത്തിൽ, ഞാൻ മതമോ ജാതിയോ ഒന്നും പറയുന്നല്ല, നമ്മളുടെ ഇവിടുത്തെ ആചാരപ്രകാരം ഹിന്ദുക്കളുടെ വിവാഹങ്ങൾ മാത്രമാണ് ഇത് അമ്പലങ്ങളിൽ വെച്ച് നടത്തുന്നത്. അതുകൊണ്ടാവാം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി B ശിവൻകുട്ടിയും നമ്മളെ MP റഹീമും ഇവരെല്ലാം കൂടെ മുൻകൈ എടുത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച പൂവാറിലുള്ള അമ്പലത്തിൽ നായനാർ അമ്പലത്തിൽ കൊണ്ടുപോയി നടത്തിയത്.
അവർ വിചാരിച്ചാണ് അമ്പലം എന്ന് പറയുമ്പം അത് ഏതമ്പലമാണെങ്കിലും അവിടെ പ്രതിഷ്ഠ ഹിന്ദു പ്രതിഷ്ഠയാണ്. അത് ആര് സ്ഥാപിച്ചു എന്നുള്ളതിൽ ഒരു ഇത് വേണ്ട. അല്ലെങ്കിൽ ശിവഗിരി കൊണ്ട് നടത്തണമായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ പെട്ടെന്ന് നടത്തരുത്. ഈ ഗോവിന്ദ മാഷും അവരൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരല്ലേ, അവർക്കും ഒരു ഉത്തരവാദിത്വമല്ലേ, അവർക്കും ഇല്ലേ വീട്ടിലെ മക്കൾ. ഇപ്പോൾ നാളെ അവരുടെ മക്കളും പോയി ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്? പിന്നെ അവരുടെ മക്കളെ ഒന്നും അങ്ങനെ കൊണ്ടുപോകാൻ ഒക്കില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയാണ്, ഈ ഒരു സംഭവം വെച്ചിട്ട് ഇന്നത്തെ നമ്മളുടെ യുവതലമുറയ്ക്ക് ഇവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? വളരെ മോശപ്പെട്ട സന്ദേശമാണ്. കാരണം കേരളം കുത്തഴിഞ്ഞ് കേരളത്തിൽ എന്തുമാവാം എന്നുള്ളൊരു സന്ദേശമല്ലേ കൊടുക്കുന്നത്. വീട്ടുകാർ എതിർത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസുകാർ വഴി നടത്തിപ്പിക്കാം സർക്കാർ ചെലവിൽ. കൊള്ളാമല്ലോ അത്. പിന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധു എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ, അവരെ കണ്ടിട്ട് നല്ല മുഖസാദൃശ്യം, ഷൈനി വിൽസനുമായിട്ട് നല്ല മുഖസാദൃശ്യമുള്ള ഒരു സ്ത്രീയെയാണ് കാണിച്ചത്. മഞ്ഞ സാരി എടുത്തിട്ട് വിളക്ക് കൊടുത്ത് മൊണലിസയെ വീട്ടിനകത്തോട്ട് കയറ്റുന്നത്. അതൊക്കെ ഹൈന്ദവ ആചാരങ്ങളാണ്. പിന്നെ ഈ പയ്യനാണെങ്കിൽ ഒരു മുസ്ലിമാണ്. ആ പയ്യൻ മുസ്ലിം ആയതുകൊണ്ട് നമുക്കാർക്കും ഒരു ഇതുമില്ല, അതിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ റമദാൻ മാസമാണ്. അതിലിനി എന്തോന്ന് പൊല്ലാപ്പ് വരുമെന്ന് നമുക്കിനി കണ്ടറിയാം. കാരണം റമദാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ റമദാൻ്റെ വ്രതം ആ സമയത്താണ് നമ്മൾ അമ്പലങ്ങളിലുള്ള ആചാരപ്രകാരം തീർത്ഥം കൊടുത്തതും ഇയാളത് വാങ്ങിക്കുടിച്ചതും ഇയാൾ പ്രതിഷ്ഠയെ നോക്കി തൊഴുതതും എല്ലാം നമ്മൾ കണ്ടല്ലോ വീഡിയോയിൽ. എല്ലാം ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോകളെല്ലാം ഇപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ അതാണ് കാണുന്നത്. അപ്പോൾ ഇവർ കാണിച്ചത് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇവർ ഉത്തരവാദിത്വം കാണിച്ചു. ഇപ്പം ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു നിലപാടാണോ ഇവർ സ്വീകരിച്ച്? ഈ ഗോവിന്ദ മാഷും ശിവൻകുട്ടി മന്ത്രിയും റഹീമും അവർക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്തം കാണിച്ചുവിടായിരുന്നോ? ഒന്നും ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛനിപ്പം അവിടെ മധ്യപ്രദേശിലെ CMൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ആര് തട്ടിക്കൊണ്ടുപോയി? കേരളത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കേരള സർക്കാരോ? ഇവരെന്തിനാണ് ഇങ്ങനെ കേരളത്തിന് അപമാനം ഉണ്ടാക്കി വയ്ക്കുന്നത്? പിന്നെ ഈ ഉത്തരേന്ത്യയിൽ മൊത്തം ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇനി അങ്ങനെ വല്ലതും ഈ കുട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇനി അങ്ങനെ വല്ലതും ഇടപാടാണെങ്കിൽ കേരളം എന്തുമാത്രം താന്നു. നമ്മളെ സംസ്ഥാനത്ത് എന്തുമാവാം, പിടിച്ചു പറിയാവാം, പട്ടാപ്പകൽ ഗൂണ്ടായുസമാവാം. ഇപ്പം ഈ കമിതാക്കൾ വന്ന് ചുളുവിന് വന്ന് വിവാഹിതരാകുന്നു. അതും പാർട്ടി സെക്രട്ടറി മുൻകൈയെടുത്ത് ചടപടയുന്ന എടുകൊടുക്കേ ചോറും കറിയെന്ന് പറയുന്ന കണക്കാണ് അവിടെ വിവാഹം നടത്തിയത്. ആ വിവാഹത്തിന് എന്തെങ്കിലും ലീഗൽ വാലിഡിറ്റി ഉണ്ടോ? ഒരു അമ്പലത്തിൽ വെച്ച് ഹിന്ദു മുസ്ലിമും വിവാഹിതരാകുന്നു, അതെന്തെങ്കിലും ലീഗൽ വാലിഡിറ്റി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ആ കുട്ടിയുടെ പ്രായം തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പം നിൽക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തി നമുക്ക് ടെക്നിക്കലായിട്ടാണ് ആവുന്നത്. 18 വയസ്സ്. നമ്മുടെ ബുദ്ധി വികസിക്കണമെന്നില്ല. ഞാൻ ഇത് പല വക്കീലന്മാരടുത്തും ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മളുടെ ഭരണഘടന പ്രകാരം നമുക്ക് ഇപ്പം പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്ന 18 വയസ്സിലാണ്. പക്ഷേ അവിടെ ബുദ്ധി ആ 18 വയസ്സിനോ അല്ലെങ്കിൽ 20ഓ 25-ാമത്തെ വയസ്സിലോ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു വികസനം അപ്പോഴുമില്ല. അപ്പോഴും ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും സംരക്ഷണത്തിൽ കഴിയുകയാണ്. അത് നമ്മളാരും ഓർക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ടെക്നിക്കൽ എന്ന് പറയുന്നത്? മേജറായി വോട്ട് ചെയ്യാൻ മേജറായി,
ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ മേജറായി, ഡ്രൈവിംഗ് ലൈസൻസിന് മാത്രം. പക്ഷേ ആ കുട്ടി അപ്പോഴും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സംരക്ഷണത്തിലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത്. അപ്പം കേരളം എത്രമാത്രം താഴ്ന്നു. എന്നെ കുറേ എൻ്റെ നോർത്ത് ഇന്ത്യയിലുള്ള, ഞാൻ ഡൽഹിയിലായിരുന്നപ്പം ഉള്ള കുറേ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു എടോ തൻ്റെ സംസ്ഥാനത്തിന് എന്ത് പറ്റിയെന്ന്, ഒരു മിനിമം കോമൺ സെൻസ് ഇല്ലേ എന്നാണ് അവർ ചോദിച്ചത്. ഇതാണ് കേരള സ്റ്റോറി. ഇതിപ്പം നമ്മൾ എതിർത്ത കേരള സ്റ്റോറി 2 അത് നമ്മൾ തന്നെ അതിനെ യാഥാർത്ഥ്യമാക്കുകയാണ്.